ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ താല്പര്യത്തോടെ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2024 ഡിസംബർ മാസം 18-ാം തീയതി ബുധനാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക. ബുധനാഴ്ച ദിവസം ചന്ദ്രനും ചൊവ്വയും കർക്കിടകൻ രാശിയിൽ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന ദിവസമാണ്. ശശിമംഗള യോഗം എന്ന് പറയുന്ന രാജയോഗം ഉണ്ടാകുന്നു. അപ്പോൾ അതിൻ്റേതായ നേട്ടങ്ങൾ ഈ കർക്കിടകൻ രാശി 4-ാം ഭാവമായി അല്ലെങ്കിൽ കേന്ദ്രഭാവമായി ത്രികോണ ഭാവമായി വരുന്നവർക്കൊക്കെ ലഭിക്കുന്നതാണ്. അത് ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശശിമംഗള യോഗത്തിൻ്റേതായ നേട്ടങ്ങൾ ഈ പുണർദം നക്ഷത്രം മുതൽ പുണർദം മുക്കാല് കഴിഞ്ഞുള്ള പുണർദം കാല് പൂയം ആയില്യം നാളുകാർക്ക് വന്നു ചേരുന്നതാണ് എന്നുള്ളത് പ്രത്യേകിച്ച് ഞാൻ അങ്ങ് ഓർപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് നക്ഷത്രഫലത്തെക്കുറിച്ച് ചിന്തിക്കാം. ആദ്യമായിട്ട് മേടക്കുറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക കാൽ നാളുകാർക്ക് ബുധനാഴ്ച ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപനാണ്. ബുധൻ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ബുധനാഴ്ച ദിവസമാണ്. സാധാരണ അഷ്ടമം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭയം തോന്നും. പക്ഷേങ്കിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ നിന്നാൽ ദോഷം ചെയ്യത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. മൗഢ്യം, വക്രം, നീചക്ഷേത്രസ്ഥിതി എന്നീ 3 കാര്യങ്ങൾ ഇല്ലാതിരുന്നാൽ ബുധൻ ദോഷമൊന്നും ചെയ്യത്തില്ല, നന്മയെ ചെയ്യത്തുള്ളൂ. പക്ഷെങ്കിൽ ശുഭഗ്രഹമായിട്ട് നിന്നാൽ ശുഭത്വം കൂടുതൽ വരും. പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ശുഭത്വമൊന്നും കൂടുതൽ വരത്തില്ല, എങ്കിലും പാപഗ്രഹം നൽകുന്നതായ നേട്ടങ്ങൾ നൽകും. അങ്ങനെയാണ് ജ്യോതിഷം പറയുന്നത്. ഇപ്പോൾ ഇവിടെ വൃശ്ചികൻ രാശിയിലാണ് ബുധൻ നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു പാപഗ്രഹമായിട്ടുള്ള ഫലമാണ് നൽകുന്നത്. വലിയ തിന്മയൊന്നും ചെയ്യത്തില്ല, ദോഷമൊന്നും ചെയ്യത്തില്ല, എന്നാൽ വലിയ നന്മകളും ചെയ്യാത്തൊരു അനുഭവത്തിൽ കൂടി കടന്നു പോകും. കാരണം ഒരു ശുഭഗ്രഹമായിട്ടല്ലല്ലോ നിൽക്കുന്നത്. ശുഭത്വം ഉണ്ടെങ്കിലേ നന്മ നിറഞ്ഞ അനുഭവങ്ങളൊക്കെ വന്നു ചേരത്തുള്ളൂ. അപ്പോൾ അത് ജാതകർക്ക് എങ്ങനെ വന്നു ചേരുന്നു എന്ന് ചിന്തിക്കാം. 8-ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ, അഷ്ടമത്തിൽ ബുധൻ നിന്നാൽ ജാതകർ പ്രത്യേകിച്ച് സാഹിത്യകാരന്മാരൊക്കെ ശോഭിക്കുന്ന ദിവസമാണ്. നല്ല ആരോഗ്യം ഉണ്ടാകുന്ന ദിവസമാണ്. അതുപോലെ തന്നെ പ്രശസ്തിയും പ്രതാപവും ഒക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. അങ്ങനെയൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. സ്ത്രീകൾ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ഈ മേടക്കുറുകാർക്ക്. കുടുംബസുഖവും ധനപരമായ നേട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം. തൊഴിൽ ഗുണം പ്രതീക്ഷിക്കാം. അപ്പോൾ അവരുടെ 4-ാം ഭാവത്തിൽ ശശിമംഗള യോഗം നടക്കുന്നു. 4-ാം ഭാവം കർക്കിടകൻ രാശിയിൽ ചൊവ്വയും അതുപോലെ തന്നെ ചന്ദ്രനും. അപ്പോൾ ഇവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമാണ്. ദാമ്പത്യ ജീവിത സുഖാനുഭവങ്ങളും ഇവർക്ക് വന്നു ചേരുന്നൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. അപ്പോൾ മേടക്കുറുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ശുക്രൻ ഇപ്പോൾ അവർക്ക് 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ബുധൻ 7-ാം ഭാവത്തിൽ നിൽക്കുന്നു. 7-ാം ഭാവത്തിൽ ബുധൻ തനിച്ച് നിൽക്കുന്നത് നല്ലതാണെന്നാണ് ജ്യോതിഷം പറയുന്നത്. ബുധൻ ഇവിടെ തനിച്ചാണെങ്കിലും ഒരു പാപഗ്രഹത്തിൻ്റേതായ പദവിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ 7 നിൽക്കുന്ന ബുധൻ വിദ്യയും വിജ്ഞാനവും ഒക്കെ ജാതകർക്ക് കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ നല്ല ദാമ്പത്യ ജീവിതമൊക്കെ കൊടുക്കുമെന്നാണ് പറയുന്നത്. പക്ഷേങ്കിൽ ഈ പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ദാമ്പത്യ ജീവിതം അത്ര സുഖകരമാകണമെന്നില്ല. പ്രത്യേകിച്ച് അവരുടെ അഷ്ടമത്തിൽ സൂര്യനും കൂടെ നിൽക്കുന്നത് കൊണ്ട് ദാമ്പത്യ ജീവിതം സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ അത്ര തൃപ്തികരമാകണമെന്നില്ല. അങ്ങനെ ഒരു വിഷയമുണ്ട്. എങ്കിലും കുടുംബസുഖവും പെൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളും തൊഴിൽ ഗുണവും മറ്റു കാര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. അവർക്ക് തിക്താനുഭവമായിട്ട് വന്നു ചേരാൻ ഇടയുള്ളത് ദാമ്പത്യ ജീവിത സുഖക്കുറവാണ്. പിന്നെ അവർക്ക് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായവരുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവർക്ക് നല്ല രീതിയിൽ ലഭിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. 7-ാം ഭാവത്തിൻ്റെ അധിപനും ചന്ദ്രനും 7-ാം ഭാവത്തിൻ്റെ അധിപൻ നീചഭംഗ രാജയോഗം ചെയ്ത്, ചക്രവർത്തി രാജയോഗം ചെയ്ത് ചന്ദ്രനുമായിട്ട് ചേർന്ന് നിൽക്കുന്നു. ശശിമംഗള രാജയോഗം വന്നു ഭവിക്കുന്നു. അപ്പം അതുകൊണ്ട് നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകേണ്ടതാണ്. അവരുടെ 7-ാം ഭാവത്തിൻ്റെ അധിപനാണ്. നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാകേണ്ടതാണ്. പക്ഷെങ്കിൽ നല്ല ദാമ്പത്യ ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഈ ബുധനും സൂര്യനുമൊക്കെ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ ഒരു പക്ഷേങ്കിൽ പ്രിയപ്പെട്ടവർ ചിന്തിച്ചേക്കും,
ഈ 7-ാം ഭാവത്തിൻ്റെ അധിപൻ നീചഭംഗ രാജ്യവും ചെയ്തു നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു ദാമ്പത്യ ജീവിതമല്ലേ എന്ന് ഉണ്ടാകേണ്ടതല്ലേ, നല്ല ദാമ്പത്യ സുഖം, ജീവിത സുഖം ഉണ്ടാകേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ദശാകാലത്തിൻ്റെ സമയം കൊണ്ട് നേട്ടമുള്ളവരുണ്ട്, ചിലർക്ക് അത് അത്ര സുഖകരമാകണമെന്നില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ സുഖകരമാകണമെന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ പ്രിയപ്പെട്ടവർ അത് മനസ്സിലാക്കേണ്ടത് അവിടെ ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസമോ ശത്രുതയൊക്കെ വരാതെ നോക്കണം. അതിനുവേണ്ടിയാണ് അങ്ങനെ പറഞ്ഞു തരുന്നത്. അതും പ്രിയപ്പെട്ടവർ അങ്ങനെ തന്നെ ഉൾക്കൊള്ളണം. ഓക്കെ. ഇനി മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര പുണർതം മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ 2-ാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രനും അവരുടെ 11-ാം ഭാവാധിപനും ചേർന്ന് അവിടെ നീചഭംഗ രാജയോഗം ചെയ്ത ചൊവ്വയും 2-ാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രനും കൂടെ ഒരുമിച്ച് നിൽക്കുന്നു. ശശിമംഗള യോഗം. അപ്പോൾ അവരുടെ കുടുംബസുഖം, ധനപരമായ നേട്ടം, സൗഭാഗ്യമായ അനുഭവങ്ങളൊക്കെ കുടുംബത്തിൽ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. അപ്പോൾ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ബുധൻ 6-ലാണ് നിൽക്കുന്നത്. ബുധൻ 6-ാം ഭാവത്തിൽ നിന്നാൽ ബന്ധുക്കൾക്ക് യാതൊരു ഗുണവും ചെയ്യത്തില്ല, ശത്രുതയൊക്കെ ഉണ്ടാവും, കേസിലും കലഹത്തിലും ഒക്കെ ആവപ്പെടുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രതിസന്ധി ഉണ്ടായാൽ പോലും കുടുംബസുഖവും ധനപരമായ നേട്ടവും അവർക്ക് അനുകൂലമായി നിൽക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അവർക്ക് തന്നെ വിജയവും കൈവരിക്കാൻ പറ്റും. 11-ാം ഭാവത്തിൻ്റെ അധിപനാണ്, അവർക്ക് നേട്ടവും കൈവരിക്കാൻ പറ്റും. പ്രതിസന്ധികളൊക്കെ ഉണ്ടായാൽ പോലും നേട്ടം കൈവരിക്കാൻ പറ്റും. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ് ഉണ്ടാകുവാൻ കൂടുതൽ സാധ്യത. അപ്പോൾ അതാണ് സൂക്ഷിക്കേണ്ട കാര്യം. കാരണം ഇപ്പോൾ ഹോരാ നിയമപ്രകാരം സൂര്യനാണ് 15 ദിവസം ബലമുള്ളത്. അപ്പോൾ സൂര്യൻ ഇവർക്ക് 7-ലാണ് നിൽക്കുന്നത്. 7-ൽ നിൽക്കുന്ന സൂര്യൻ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളെ കൊടുക്കുന്നു, പിതാവുമായിട്ടുള്ള ശത്രുതയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പ്രതികൂലമായി വന്നാലും കുടുംബസുഖവും ധനപരമായ നേട്ടവും കുടുംബത്തിൽ അവർക്ക് ആധിപത്യം നിലനിർത്താൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളിൽ കൂടിയാണ് പോകുക. അപ്പം അവർക്ക് തൊഴിൽപരമായുള്ള നേട്ടം അനുകൂലമായി വരുന്നു. പല കാര്യങ്ങളിലും നേട്ടമുണ്ട് എങ്കിൽ പോലും പ്രതിസന്ധി വന്നു ചേരുന്ന പിതാവുമായിട്ടുള്ള ശത്രുതയോ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളോ പിതാവ് മുഖേന ഉള്ള കലഹം കൊണ്ട് ദാമ്പത്യ ജീവിത സുഖക്കുറവോ ഒക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ ഇടയുണ്ട്. അത് സൂക്ഷിക്കുക. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാല പൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ ശശിമംഗള യോഗം നടക്കുന്നു. ചന്ദ്രനും ചൊവ്വയും ഒരുമിച്ച് നിൽക്കുന്നു. അതുകൊണ്ട് ഇവർക്ക് എന്താണ് നേട്ടം? അപ്പോൾ അവർക്ക് നേട്ടം എന്ന് പറഞ്ഞാൽ അവർക്ക് ആരോഗ്യസ്ഥിതി മെച്ചമാകും. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായവർക്കൊക്കെ അവിടെ പൂർണ്ണമായ ഒരു സൗഖ്യം വന്നു ചേരുകയാണ്, ആരോഗ്യം മെച്ചമാകുകയാണ്. അപ്പോൾ നല്ല ആരോഗ്യം ഉണ്ടാകും, നല്ല ശക്തിയും ബലവും ഉത്സാഹവും ധൈര്യം, വീര്യം, പരാക്രമം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ ഇവർക്ക് ഈ ചൊവ്വ എന്ന് പറഞ്ഞാൽ ഒരു തൊഴിൽഭാവത്തിൻ്റെ അധിപനാണ്. അപ്പോൾ തൊഴിൽ മേഖലയിൽ കൂടി ഉള്ളൊരു നേട്ടം അവർക്ക് ലഭിക്കാൻ പോകുന്നൊരു ദിവസം കൂടിയാണ്. അപ്പോൾ തൊഴിൽ സ്ഥാപനത്തിലെ അവർക്ക് അനുകൂലമായ അനുഭവങ്ങളൊക്കെ അവിടുന്ന് പ്രതീക്ഷിക്കാം, തൊഴിൽ സ്ഥാപനത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെയുള്ള ഒരു നേട്ടം മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളും അവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്നുള്ളതും പ്രത്യേകതയാണ്. എന്നാൽ അവരെ സംബന്ധിച്ച് ഈ 7-ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നു, അഷ്ടമത്തിൽ ശനി നിൽക്കുന്നു. അപ്പോൾ അത് അവരുടെ കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് അവരുടെ ഭാര്യമാരെ സംബന്ധിച്ച് ദോഷമുള്ളൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കണം. ഞാനത് കുറച്ച് ദിവസങ്ങളായിട്ട് പറയുന്നുണ്ട്. കാരണം 7-ൽ നിൽക്കുന്ന ശുക്രൻ 2 അപ്പുറയും പാപഗ്രഹങ്ങളുടെ മധ്യത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്. വ്യാഴം വീക്ഷിക്കുന്നുണ്ട്. വ്യാഴം അനുകൂലമല്ലാത്ത ഗ്രഹനിലയുള്ള സ്ത്രീ ജാതകർക്ക് ദോഷം വരും. അവർ കടബാധകളൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ധനം തിരിച്ചു മറിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ പ്രതിസന്ധി ഉണ്ടാകും. വ്യാഴം അവരെ രക്ഷിക്കത്തില്ല. അതേസമയത്ത് വ്യാഴം ജനിച്ച സമയത്ത് അനുകൂലമായ ഒരു ഗ്രഹമായിട്ടുള്ളവർക്ക് ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ധനസഹായം കൊണ്ടോ അല്ലെങ്കിൽ ഈശ്വര കൃപ കൊണ്ടൊക്കെ സഹായിക്കുന്ന ഒരു ഗ്രഹമായിട്ടാണ് വ്യാഴം ഗ്രഹനിലയിലുള്ളതെങ്കിൽ അവർക്ക് ഭയപ്പെടാനൊന്നുമില്ല, അവർക്ക് പ്രശ്നങ്ങളില്ല. ഇല്ലാത്തവർക്ക് വ്യാഴം യാതൊരു വിധത്തിലും അനുകൂലമല്ലാത്ത ഗ്രഹസ്ഥിതി ഉള്ളവർക്ക്, ഗ്രഹനിലയുള്ളവർക്ക് ദോഷം ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് സൂക്ഷിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ മറ്റ് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലൊക്കെ ദോഷമുണ്ടെങ്കിൽ പോലും ഈ ബുധനാഴ്ച ദിവസം അവർക്ക് തൊഴിൽപരമായുള്ള മേഖലകളിൽ കൂടിയുള്ള നേട്ടവും ശരീരസുഖവും മനസ്സുഖവും ഒക്കെ ഉണ്ടാകുന്നൊരു ദിവസമാണെന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങളും നല്ല അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണെന്നുള്ളത് മനസ്സിലാക്കുക. കുടുംബസുഖം അവർക്ക് അനുകൂലമാണ്. കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ അനുകൂലമായി പോകുന്ന ഒരു സാഹചര്യമാണ്. ധനധാന്യ സമൃദ്ധിയൊക്കെ കുടുംബത്തിലുണ്ടാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ദോഷവശങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തന്നല്ലോ, വീണ്ടും പറയുന്നത് എന്തിനാണ്? അപ്പോൾ അത് മനസ്സിലാക്കുക.
ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം പൂരം ഉത്രം കാലിന് ആളുകാരെ സംബന്ധിച്ച് അവർക്ക് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 4-ാം ഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ ഈ ജാതകർക്ക് സർക്കാർ ജോലിയുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്ക് അതിൻ്റെ വലിയ നേട്ടമൊക്കെ സംഭവിക്കുന്നതാണ് പറയുന്നത്. കീർത്തിയും അംഗീകാരവും ഒക്കെ അവർക്ക് വന്നു ചേരും. അതുപോലെ തന്നെ ധനസ്ഥിതി മെച്ചമാകും, പുതിയ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ചിലർക്ക് മാതൃസ്നേഹത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഈ മാതൃസ്നേഹം എന്ന് പറഞ്ഞാൽ മാതാവിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഗ്രഹം ചന്ദ്രനാണ്. പക്ഷെങ്കിൽ ചന്ദ്രനെ ഈ ബുധൻ ശത്രുവായിട്ട് കാണുന്നതുകൊണ്ട് ആ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകും. കേന്ദ്രഭാവത്തിലാണല്ലോ ബുധൻ നിൽക്കുന്നത്. അപ്പോൾ മാതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. എന്നിരുന്നാലും സൗഭാഗ്യവും സുഖകരമായ അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം. അപ്പോൾ അവർക്ക് കുടുംബസുഖവും ധനപരമായ നേട്ടവും എല്ലാ കാര്യങ്ങളും അനുകൂലമാണ്. പിന്നെ അവർക്കിപ്പോൾ ദോഷമായിട്ടുള്ളത് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ 5-ാം ഭാവം എന്ന് പറഞ്ഞാൽ 5-ാം ഭാവത്തിൻ്റെ അധിപൻ അവർക്ക് ഇപ്പോൾ 10-ാം ഭാവത്തിൽ നിൽക്കുന്നൊരു സമയമാണ്. തൊഴിൽ ഗുണം അവർക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെ അവർക്ക് മക്കളെ കൊണ്ടുള്ള സ്ഥിതിയും അനുകൂലമാണെങ്കിൽ പോലും 5-ാം ഭാവത്തിൽ സൂര്യൻ വന്ന് നിൽക്കുന്നതുകൊണ്ട് മക്കളെ കൊണ്ടുള്ള സ്ഥിതി അത്ര മെച്ചമാകണമെന്നില്ല. ഏതെങ്കിലും വിധത്തിലുള്ള പുത്രദുഃഖമൊക്കെ അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ ധനുമാസത്തിലേക്ക് സൂര്യൻ വന്നപ്പോൾ 5-ാം ഭാവത്തിലേക്കാണ് സൂര്യൻ വന്നത്. 5-ാം ഭാവത്തിൽ സൂര്യൻ വന്നു നിന്നാൽ ഒരു പാപഗ്രഹമായതുകൊണ്ട് പുത്രദുഃഖം ഏതെങ്കിലും വിധത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുള്ള അതൊരു മുൻകരുതലായിട്ട് എടുക്കുക, സൂക്ഷിക്കുക, മക്കളെയൊക്കെ നല്ല രീതിയിലൊക്കെ നോക്കുക. അപ്പോൾ അതാണൊരു കാര്യം. പിന്നെ അവർക്ക് ദോഷമായിട്ടൊന്നും വന്നു ചേരാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ 12-ൽ ചൊവ്വ നിൽക്കുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അത് രൂക്ഷമാകേണ്ട ഒരു സമയമായിരുന്നാലേ അതിൽ നിന്നൊരു മാറ്റം സംഭവിക്കുകയാണ്. 12-ാം ഭാവത്തിൽ ചൊവ്വ രാജയോഗം ചെയ്തു നിൽക്കുകയാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇനി പരിഹരിക്കപ്പെട്ടു പോകും. നല്ല ആരോഗ്യം ഉണ്ടാകും, ശരീരസുഖം ഉണ്ടാകും, മനസ്സുഖം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. വലിയ ദോഷങ്ങളൊന്നും വന്നു ചേരത്തില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ കടബാധകളാൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസം, രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് ആശ്വാസം, ശത്രുതകളൊന്നും ഇനി ഏൽക്കത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ ബുധനാഴ്ച ദിവസം ചിങ്ങക്കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ അവർക്ക് 7-ലെ ശനി അവർക്ക് ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവ് കൊടുക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത്. ഓരോ ദിവസവും ജീവിതാനുഭവങ്ങൾ മാറി മറിയും. ഇപ്പം ഇന്നത്തെ അനുഭവമല്ല നാളത്തെ അനുഭവം. കാരണം അങ്ങനെയാണ് ഈ മനുഷ്യൻ്റെ ജീവിതാനുഭവങ്ങൾ മാറുന്നത് ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി മാറുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ ദിവസവും നക്ഷത്രഫലം പറയുന്നതും നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേട്ട് അതനുസരിച്ച് ജീവിച്ചാൽ തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. അത് പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക. അപ്പോൾ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തൊഴിൽ ഗുണം അനുകൂലമാണ്, മക്കളെ കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അനുകൂലമാണ്. എന്നാൽ മക്കളെ കൊണ്ടുള്ള പ്രതിസന്ധി ഉണ്ടാകാൻ ഇടയുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം, ധനം, വാഹനം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടം ഉണ്ട്. പിന്നെ തിക്താനുഭവങ്ങൾ എങ്ങനെ വരും? അഷ്ടമത്തിൻ്റെ അധിപനായ വ്യാഴമാണ് തൊഴിൽ ഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ കിട്ടുന്ന പണം ഉദ്ദേശിക്കുന്ന പോലെ ചെലവഴിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അല്ലെങ്കിൽ എത്ര കിട്ടിയാലും തികയാത്തൊരവസ്ഥ, എത്ര കഷ്ടപ്പെട്ടാലും ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നുമല്ലാത്തൊരവസ്ഥ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ചിങ്ങക്കൂറുകാർക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇതൊന്നും ബാധകമല്ലാതെ അവരുടെ ദശാകാലം അനുസരിച്ച് അവരുടെ ജീവിതം പോവുകയും ചെയ്യും എന്നുള്ളതും കൂടി അറിഞ്ഞിരിക്കണം. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ബുധൻ 3-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. ബുധൻ 3-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ല. എന്താണ് ജ്യോതിഷം പറയുന്നത്? തിന്മ പ്രവൃത്തികൾ ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ദുഷ്പ്രവൃത്തികളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്, കള്ളത്തരമൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്, ദാമ്പത്യ ജീവിത സുഖക്കുറവ് അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കന്നിക്കൂറുകാർക്ക് ബുധനാഴ്ച ദിവസം അനുകൂലമായ ദിവസമല്ല. അപ്പോൾ തൊഴിലിടങ്ങളിൽ കള്ളത്തരമൊക്കെ കാണിക്കുവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ബുധൻ്റെ 5-ലാണ് രാഹു നിൽക്കുന്നത്. അപ്പോൾ ബുധനെക്കൊണ്ടുള്ള കാര്യവിജയം രാഹു തടസ്സപ്പെടുത്തി കളയുന്നു. അപ്പോൾ ബുധൻ മുഖേന നല്ലത് ചെയ്താൽ തടസ്സം ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ രാഹു അവിടെ അതിന് പ്രേരണ നൽകുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ബുധൻ വൃശ്ചികൻ രാശിയിൽ നിന്നാൽ ജാതകർ തിന്മ പ്രവൃത്തികളൊക്കെ ചെയ്യുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇപ്പോൾ കർക്കിടകക്കൂറുകാർക്ക് ആശ്വാസമുള്ള ഒരു ദിവസം കൂടിയാണ് ബുധനാഴ്ച ദിവസം. അത് പറഞ്ഞു തരാം. കാരണം 11-ാം ഭാവത്തിൽ ശശിമംഗള രാജയോഗം നടക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കൾ
സഹോദരങ്ങൾ മുതലായ ഒരു സഹകരണം പ്രതീക്ഷിക്കാം. ഭാര്യ മുഖേനയുള്ള ഭർത്താവ് മുഖേനയുള്ള നേട്ടവും പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ചന്ദ്രനും ചൊവ്വയും ഒക്കെ അനുകൂലമായിട്ട് ഗ്രഹനില ഉള്ളവർക്ക് ബുധനാഴ്ച ദിവസം അതിൻ്റേതായ നേട്ടം അവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അവരുടെ 11ാം ഭാവത്തിലാണ് ശശിമംഗള യോഗം നടക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ നേട്ടം വന്നു ചേരേണ്ട ഒരു ദിവസമാണ്. ഭാര്യ മുഖേനയോ ഭർത്താവ് മുഖേനയോ സുഹൃത്തുക്കൾ മുഖേനയോ സഹോദരങ്ങൾ മുഖേനയൊക്കെ ഉള്ളൊരു നേട്ടം, സൗഭാഗ്യമായ ഒരു അനുഭവം അവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. പക്ഷേ എങ്കിലും ഇതിനിടയ്ക്ക് ജാതകർ കള്ളത്തരം കാണിക്കാൻ സാധ്യതയുണ്ട്. ബുധൻ കള്ളത്തരത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. രാഹുവും അതിന് കൂട്ടുനിൽക്കാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട കാര്യം. പിന്നെ തുലാക്കൂറുകാരുടെ കാര്യം ചിന്തിക്കാം. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 വാദം ചോതി വിശാഖം 3/4 നാളുകാരെ സംബന്ധിച്ച് അവർക്ക് 2-ലാണ് ബുധൻ നിൽക്കുന്നത്. 2ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ കലാകാരന്മാരെ സംബന്ധിച്ച് വളരെ നേട്ടമാണെന്നാണ് പറയുന്നത്. അവർക്ക് ധനനേട്ടം, കലാപരമായ മേഖലകളിൽ നിന്ന് ധനനേട്ടം, കലാകാരന്മാർക്ക് പൊതുവേ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വിദ്യയും വിജ്ഞാനവും മറ്റു ഗുണങ്ങളും എല്ലാം അവർക്ക് അനുകൂലമായി നിൽക്കും. നല്ല വാഗ്മിയെപ്പോലെ അവർ പ്രവർത്തിക്കും. അതുപോലെ തന്നെ അവരുടെ 10ാം ഭാവത്തിൽ ശശിമംഗള രാജയോഗം നടക്കുകയാണ്. അവരുടെ കേന്ദ്രഭാവത്തിലാണ് ശശിമംഗള രാജയോഗം നടക്കുന്നത്. അപ്പോൾ അവർക്ക് തൊഴിൽപരമായുള്ള നേട്ടം അതവർക്ക് അനുകൂലമായി നിൽക്കുന്നു. കാരണം 10ാം ഭാവത്തിൻ്റെ അധിപൻ ചന്ദ്രൻ അവർക്ക് 2ാം ഭാവത്തിനുമായിട്ട് യോഗം ചെയ്യുകയാണ്, അല്ലെങ്കിൽ 7ാം ഭാവത്തിനുമായിട്ടുള്ള യോഗം ചെയ്യുകയാണ്. അപ്പം കുടുംബസുഖം, ധനപരമായ നേട്ടം, ഭാര്യ ഭർത്താവ് മുഖേനയുള്ള നേട്ടങ്ങൾ, അങ്ങനെ തൊഴിൽപരമായുള്ള നേട്ടങ്ങളൊക്കെ അനുകൂലമായി വന്നു ചേരുന്നൊരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം എന്നുള്ളത്. തുലാക്കൂറുകാർക്ക് വളരെ നേട്ടമാണ്. പ്രത്യേകിച്ച് തുലാക്കൂറിൻ്റെ അധിപനായ ശുക്രനും ബുധനും ശത്രുതയൊന്നുമില്ലാത്തത് കൊണ്ടും 2ഉം ശുഭഗ്രഹങ്ങളായതുകൊണ്ടും ഒക്കെ നേട്ടം പ്രതീക്ഷിക്കാം. അപ്പോൾ അതാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ചുള്ള ഒരു വലിയ നേട്ടം. പക്ഷേങ്കിൽ അവർ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ അവരുമായിട്ടുള്ള സഹകരണത്തിൽ ഒരു ശ്രദ്ധ വേണം. ചതിവ് പറ്റാൻ സാധ്യതയുണ്ട്, അത് സൂക്ഷിക്കണം. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുരം കേട്ട നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം അവരുടെ ജന്മഭാവത്തിലാണ് ബുധൻ നിൽക്കുന്നത്. അപ്പോൾ ജന്മഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ നല്ല അനുഭവങ്ങളൊക്കെ ജാതകർക്ക് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. നല്ല രീതിയിൽ സംസാരിക്കും, ചാതുര്യവും മാധുര്യവുമുള്ള വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കും, കലാപരമായ കഴിവുകളുണ്ടാകും, വിദ്യ വിജ്ഞാനമൊക്കെ അനുകൂലമായി നിൽക്കും. പക്ഷേങ്കിൽ വൃശ്ചികൻ രാശിയിലാണ് ഈ ബുധൻ നിൽക്കുന്നത്. അപ്പോൾ അത് അത്ര ഒരു ശുഭഗ്രഹം നൽകുന്നത് പോലെ അത്ര മെച്ചമായ അനുഭവങ്ങളൊന്നും വന്നു ചേരണമെന്നില്ല. അതിൽ ഒരു പരിധി വരെ കുറവായിരിക്കും, അല്ലെങ്കിൽ ആ നേട്ടത്തിനൊരു കുറവുണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ശുഭത്വം പൂർണ്ണമായിട്ടും വന്നു ചേരണമെന്നില്ല. പിന്നെ ബുധനാഴ്ച ദിവസം ഇവർക്കുള്ള നേട്ടം ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ ആയ ചൊവ്വ ഇവരുടെ ഭാഗ്യഭാവത്തിൻ്റെ അധിപനുമായിട്ട് ചേർന്ന് നിന്ന് ശശിമംഗള രാജയോഗം എന്ന് പറയുന്ന രാജയോഗം കൊടുക്കുന്നു. അതാണ് ഇവർക്കൊരു നേട്ടം. അപ്പോൾ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചൊവ്വ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നില്ല, ചന്ദ്രനും ചൊവ്വയെ ശത്രുവായിട്ട് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഭാഗ്യം കൊണ്ട് പ്രസിദ്ധി ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് ചൊവ്വാഴ്ച ദിവസം. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അതാണ് നേട്ടം. ശശിമംഗള രാജയോഗം എന്ന് പറയുന്നത് വൻ സ്വത്തിന് അവർ ഭാഗ്യവാന്മാരാകുന്ന ഒരു ദിവസമാണ്. സ്വത്ത് വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേക നേട്ടം. പക്ഷെങ്കിൽ ഈ 2-ൽ ഈ സൂര്യൻ നിൽക്കുന്ന ഒരു സമയം കൂടി ആയതുകൊണ്ട് കുടുംബസുഖം ഉണ്ടാകണമെന്നില്ല. കുടുംബത്തിൽ കലഹമോ ശത്രുതയോ അഭിപ്രായ വ്യത്യാസമോ പിതാവുമായിട്ട് ശത്രുതയോ ഒക്കെ ഉണ്ടാകാം. തൊഴിൽപരമായുള്ള ഒരു ധനപരം അവർക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് എന്തായാലും ശശിമംഗള രാജയോഗത്തിൻ്റെതായ ഒരു ഗുണം ഭാഗ്യം കൊണ്ട് ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അതാണ് അവർക്ക് ബുധനാഴ്ച ദിവസം ഏറ്റവും മെച്ചമായ അനുഭവം. ഇപ്പം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നൊരു ബുധനാഴ്ച ദിവസമായതും കൊണ്ട് ബുധൻ അത്രമേൽ ശുഭത്വം ഒന്നും കൊടുക്കത്തില്ല. ബുധൻ ഒരു പാപഗ്രഹമായിട്ടാണ് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രമേൽ ശുഭത്വം ഒന്നും വന്നില്ല എങ്കിൽ പോലും അപ്പോൾ അവർക്ക് നേട്ടം വന്നു ചേരും. ഭാഗ്യം കൊണ്ടുള്ള ഭാഗ്യാനുഭവങ്ങളാൽ അവർ ഒരുപക്ഷെ വൻ സ്വത്തിന്, വൻ സമ്പത്തിന് ഒക്കെ ഭാഗ്യം കൊണ്ട് അതിൻ്റെ ഉടമസ്ഥാവകാശം അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അത് കുടുംബസ്വത്താകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിക്കൊക്കെ വന്നു ചേരാം. അവരിനിയൊരു ഏതെങ്കിലും കാര്യങ്ങളൊക്കെ മുൻപേ ആലോചിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടപ്പിലാകുന്നൊരു ദിവസമായിരിക്കും. ഭാഗ്യം കൊണ്ട് അതൊക്കെ നടപ്പിലാകുന്ന ദിവസമായിരിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അവർക്ക് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാടം, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവർക്ക് ബുധൻ എന്ന് പറയുന്ന ഗ്രഹം 12-ൽ നിൽക്കുന്ന ഒരു ബുധനാഴ്ച ദിവസമാണ്. 12ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ ആ ജാതകർ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടുമെന്നൊക്കെയാണ് പറയുന്നത്. വിദ്വാനാകും, ബഹുമാനിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നു പറയുന്നു. പക്ഷെങ്കിൽ അവിടെ ദോഷം വരുന്നത്
ബന്ധുക്കളും ധനവും ഉണ്ടാകത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ബന്ധുക്കളെ കൊണ്ട് കാര്യമായ ഗുണം ഉണ്ടാകത്തില്ല, അവരെ കൊണ്ടൊരു ദോഷമുണ്ടാകും, ധനസ്ഥിതി മോശമാകും, തൊഴിൽ പ്രതിസന്ധി ഉണ്ടാകും, തൊഴിൽപരമായിട്ടുള്ള പരാജയം സംഭവിക്കാം. അപ്പോൾ ധനവും അതുപോലെ തന്നെ അവർക്ക് ബന്ധുക്കളും ഇല്ല എങ്കിൽ ധനസ്ഥിതി മോശമാണ്, ശത്രുക്കളും കൂടി ആയാൽ അവരുടെ ജീവിതത്തിൽ വളരെ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഏതെങ്കിലും കാര്യത്താൽ അവർ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുമെന്നും പറയുന്നു. ദാരിദ്ര്യം അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. അല്ലെങ്കിൽ പണത്തിന് ദാരിദ്ര്യം അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്താൽ ദാരിദ്ര്യം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അന്നത്തെ ദിവസം വീട്ടിൽ ഒരു സാധനം പോലും കാണത്തില്ല. ഈ തലേ ദിവസം വീട്ടിലെ സാധനങ്ങളെല്ലാം തീരും. അപ്പം ഗ്യാസ് തീരും, വീട്ടിലെ പലചരക്ക് സാധനങ്ങളൊക്കെ തീരും, എല്ലാം തീരും. പക്ഷേ മേടിക്കാനായിട്ട് ഒന്നും പറ്റുന്നില്ല. ഒരു പക്ഷേ പൈസ ഉണ്ടെങ്കിൽ പോലും മേടിക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ മറ്റു രീതിയിലൊരു അംഗീകരിക്കപ്പെടുന്ന സാഹചര്യമോ അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ സന്തോഷത്തിൻ്റെ പുറകെ പോകുമ്പോൾ വീട്ടിലെ ഈ കാര്യങ്ങൾക്ക് ദാരിദ്ര്യം അനുഭവിക്കും. അപ്പോൾ അതൊക്കെയാണ്. അവർക്ക് പൈസ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ പോകാൻ തടസ്സം ഉണ്ടാകുന്നു, മേടിക്കാൻ തടസ്സം ഉണ്ടാകുന്നു. അന്ന് ദാരിദ്ര്യമായിരിക്കും, കയ്യിൽ കാശുണ്ടെങ്കിലും പട്ടിണി കിടക്കേണ്ട സാഹചര്യം വരും. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഗ്രഹങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അതാണ് ധനക്കുറുകാർക്ക് വന്നു ചേരുക. ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണം, അവർ ശത്രുത കാണിക്കും, തൊഴിൽ പ്രശ്നം, തൊഴിലിടങ്ങളിൽ നിന്നുള്ള തിക്താനുഭവങ്ങൾ, ധനപരമായ ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ അനുഭവിക്കുന്ന ഒരു ദിവസമാണ് ധനക്കുറുകാരെ സംബന്ധിച്ചുള്ളതെന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപൻ 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് രോഗം, കടം, ശത്രുത എന്നീ കാര്യങ്ങളിലൊക്കെ ഒരു ആശ്വാസം ഉള്ള സമയമാണ്. അല്ലെങ്കിൽ അതിൽ ആശ്വാസം ഉണ്ടെന്ന് വിചാരിക്കുക. എങ്കിലും ബുധൻ്റെ തിക്താനുഭവങ്ങളും കൂടി അനുഭവിക്കേണ്ട ഒരു സമയമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസം അവിടെ 7ാം ഭാവത്തിൽ ശശിമംഗള രാജയോഗം നടക്കുന്നൊരു ദിവസമാണ്. 7ാം ഭാവം എന്താണ്? ദാമ്പത്യ ജീവിതഭാവം. അപ്പം ഭാര്യ മുഖേന, ഭർത്താവ് മുഖേന പുതിയ വാഹനങ്ങളോ വീടോ ഒക്കെ സ്വന്തമാക്കാൻ അനുകൂലമായൊരു ദിവസമാണ്. അപ്പോൾ അവർ തമ്മിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് ഭാര്യ മുഖേന, ഭർത്താവ് മുഖേന പുതിയ വീടോ വസ്തു, വാഹനം എന്നിവയൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അത് അവരുടെ ജീവിതത്തിൽ അനുകൂലമായി വന്നു ചേരാൻ സാധ്യതയുള്ള ദിവസമാണ്. ബുധൻ അവർക്ക് 12ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 12ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ധനത്തെ കൊടുക്കും, സുഖാനുഭവങ്ങളെ കൊടുക്കും. അപ്പോൾ ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് നേട്ടം കൊടുക്കും, കച്ചവടക്കാർക്കാണെങ്കിൽ കച്ചവടം കൊണ്ടുള്ള നേട്ടം കൊടുക്കും, ആരോഗ്യം കൊടുക്കും, ദ്രവ്യലാഭം കൊടുക്കും, അങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ കൊടുക്കും. അപ്പം ഭാര്യയും ഭർത്താവും ചേർന്ന് വീട്, വസ്തുവൊക്കെ വാഹനം വാങ്ങിച്ചാൽ പോലും അവർ തമ്മിൽ തെറ്റിപ്പിരിവാൻ സാധ്യതയുണ്ട്. അതാണ് അവിടുത്തെ പോയിൻ്റ്. തെറ്റിപ്പിരിവാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ ദാമ്പത്യ ജീവിത സുഖക്കുറവോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പകൽ മുഴുവൻ ഒരുമിച്ച് നടന്ന് ഒരു വീടോ വസ്തുവോ എന്തെങ്കിലും കണ്ടതൊക്കെ വാങ്ങിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി സന്ധ്യയായി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ രണ്ടും കൂടെ അടിവെക്കാൻ സാധ്യതയുണ്ട്. അതെന്താണ് കാരണം? 12ൽ സൂര്യൻ നിൽക്കുന്നു. അഷ്ടമത്തിൻ്റെ അധിപനായ സൂര്യൻ 12ൽ നിൽക്കുന്നു. അപ്പോൾ സ്ത്രീകൾ കലഹത്തിന് തിരികൊളുത്തുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ അത് സൂക്ഷിച്ചാൽ പിന്നെ ആ ഒരു ഭാഗം ഒഴിവാക്കിയാൽ ജീവിതം നല്ല നിലയിൽ പോകും. അത് ശ്രദ്ധിക്കണം. 12ലെ സൂര്യൻ പണത്തിൻ്റെ അനാവശ്യമായ ചെലവിനെ കൊടുക്കും. അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള ഒരു വിഷയം എടുത്തിട്ട് അതിന്മേലുള്ളൊരു വിഷയം ചർച്ച ചെയ്ത് അതൊരു വലിയ വിഷയമാക്കി ഭാര്യയും ഭർത്താവും തമ്മിൽ അകലുന്ന വിധത്തിലുള്ള സംസാരവും പ്രവൃത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കണം. അതൊക്കെ ഒഴിവാക്കിയാൽ ജീവിതം നല്ല അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നൊരു ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം എന്നുള്ളത് മകരക്കൂറുകാർ മനസ്സിലാക്കുക. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം, 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ 10ാം ഭാവത്തിൻ്റെ അധിപൻ 6ാം ഭാവത്തിൽ നിന്നുകൊണ്ട് രാജയോഗം ചെയ്യുകയാണ്. അതായത് ശശിമംഗള രാജയോഗം ചെയ്യുന്നു. ചന്ദ്രനുമായിട്ട് ചേർന്ന് ശശിമംഗള രാജയോഗം ചെയ്യുന്നു. അപ്പോൾ കടബാധകളാൽ ഭാരപ്പെടുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ, ശത്രുതകളാൽ ഭാരപ്പെടുന്നവർക്കൊക്കെ ആശ്വാസം വന്നു ചേരുന്നൊരു ദിവസമാണ്. അതാണ് അവരുടെ പ്രത്യേകത. തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമായി വന്നു നിൽക്കുന്നു. സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലായ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുന്നു. അപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് എന്തുകൊണ്ടും അനുകൂലമായൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയും മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതി, കാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് ബുധനാഴ്ച ദിവസത്തിന് അധിപനായ ബുധൻ അവർക്ക് ഭാഗ്യഭാവത്തിൽ നിൽക്കുന്നൊരു ദിവസമാണ്. ബുധൻ 9ാം ഭാവത്തിൽ നിന്നാൽ എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കും, സാമർഥ്യം കാണിക്കും, ബുദ്ധിപരമായ നേട്ടം, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസം, ധനപരമായ നേട്ടം, കീർത്തി, അംഗീകാരം, പ്രശസ്തിയൊക്കെ വന്നു ചേരും. പക്ഷെങ്കിൽ ധർമ്മം അവർ കൈവടിയുവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അവരിൽ ധർമ്മബോധം ഉണ്ടെങ്കിൽ പോലും ധർമ്മമില്ലാതെ അവർ ചില കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുത്ത് ചെയ്യുമെന്നുള്ളതും മനസ്സിലാക്കുക. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവികം വേണം, മാനുഷികം വേണം, ധാർമ്മികം വേണം. ഈ 3 കാര്യങ്ങളാണ് വേണ്ടത്.
അപ്പോൾ ഇതിൽ നിയമപരമായിട്ട് ഒരു കാര്യത്തിൽ അല്പം തെറ്റാണ്. നിയമപരമായി ചെയ്യുമ്പോൾ അത് തെറ്റാണെങ്കിൽ മാനുഷികമായിട്ടും ധാർമ്മികമായിട്ടും അത് ശരിയാണെങ്കിൽ അത് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് മാനുഷിക മൂല്യങ്ങൾ വേണം, ധാർമ്മിക മൂല്യങ്ങൾ വേണം, അതുപോലെ തന്നെ ദൈവികമായ മൂല്യങ്ങൾ വേണം. ഇത് മൂന്നുമുള്ളവൻ ഒരു മഹാവ്യക്തിയായി മാറും. അത് ഈശ്വരനെ പോലെ ശോഭിക്കുന്ന ഒരു വ്യക്തിയായി മാറും. മാനുഷികവും ധാർമ്മികവും ദൈവികവുമായ പ്രവൃത്തി ചെയ്യുന്നൊരു വ്യക്തി. അപ്പോൾ ഇതില്ലാതെ ഈ മാനുഷികവും മനുഷ്യത്വം കാണിക്കാതെ ധാർമ്മികമായ മൂല്യച്യുതി സംഭവിച്ച് ഈശ്വര ചൈതന്യമില്ലാതെ ജീവിക്കുന്ന ഒരു വ്യക്തി ആ മനുഷ്യനാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ഈ മീനക്കുറുകാർക്ക് ബുധനാഴ്ച ദിവസം അവർക്ക് ധർമ്മം എന്ന് തോന്നുന്ന, അല്ലെങ്കിൽ അതെൻ്റെ ധർമ്മമാണ്, എൻ്റെ കടമയാണ്, കർത്തവ്യമാണെന്ന് തോന്നുന്ന ആ കാര്യം ചിലപ്പോൾ അവർക്ക് തോന്നിയാൽ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ള ഒരു ദിവസം ആണ്. അങ്ങനെയാണ് ബുധൻ അവർക്ക് കൊടുക്കുന്ന ദിവസം. പക്ഷേ അവർക്ക് അവരുടെ 5ാം ഭാവത്തിൽ ചന്ദ്രൻ, അതുപോലെ തന്നെ 2ാം ഭാവാധിപനും ഭാഗ്യാധിപനുമായിട്ട് ശശിമംഗള യോഗം ചെയ്തുകൊണ്ട് ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്ന ദിവസമാണ്. കുടുംബം സംബന്ധിച്ചുള്ള ഭാഗ്യമായ അനുഭവങ്ങളൊക്കെ അവർക്ക് വന്നു ചേരുന്ന ദിവസമാണ്. രാജകീയമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്ന ദിവസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ മീനക്കുറുകാരെ സംബന്ധിച്ച് നല്ല അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് മീനക്കുറിൻ്റെ അധിപനായ ഗ്രഹം ഈ ബുധനെ ദൃഷ്ടി ചെയ്യുന്നു, ബുധൻ വ്യാഴത്തെയും ദൃഷ്ടി ചെയ്യുന്നു. ആയതിനാൽ ചിലരുടെ ജീവിതത്തിൽ ശത്രുത നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ 31-ാം തീയതിയിലെ സർവേശ്വര പൂജയിൽ പ്രിയപ്പെട്ടവർ പങ്കുചേരണമെന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ഉപേക്ഷ വിചാരിക്കാതെ നല്ല മനസ്സോടുകൂടി സഹകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ. മഹാദേവൻ്റെ അനുഗ്രഹം ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലും ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്യതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. മഹാദേവൻ്റെ ശാന്തിയും സമാധാനവും ഒക്കെ എല്ലാവരോടും, എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടെ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലും ഉണ്ടാകട്ടെ, എപ്പോഴും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോട് എടുത്തു കാണുന്ന നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.